കഴിച്ചോട്ടെ. കഷ്ണമെല്ലാം വരൂ, കറക്റ്റ് വരൂ. ആർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി സാമ്പാർ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, വാ. നമുക്കാദ്യം കായം വറുത്ത് മാറ്റാം. ഉലുവ ഉഴുന്നൊക്കെ മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പരിപ്പ് വഴറ്റാം. പരിപ്പ് മൂപ്പാവുമ്പോൾ മല്ലി ചേർത്ത് വഴറ്റാം. മല്ലി ഒരുമാതിരി ആവുമ്പോൾ നമുക്ക് മുളകിട്ട് വഴറ്റാം. മല്ലിയുടെയൊക്കെ മൂപ്പാവുന്നതേ ഉള്ളൂ. മഴയുണ്ട്. കരിവേപ്പില ചേർക്കാം. കരിവേപ്പില വഴറ്റാം. എല്ലാം കൂടിയിട്ട് വഴറ്റാം. സമയം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ മൂപ്പ് ഭാഗം വളരെയധികം ശ്രദ്ധിച്ച് വേണം വഴറ്റാനായിട്ട്. ഓക്കെ, ഏകദേശം മൂപ്പൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുളകിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് കോരാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ്. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. മത്തങ്ങ ചേർത്താണ്. അത് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത സാധനങ്ങളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോരണതിന് മുമ്പ് ചൂടൊന്ന് ചൂടാക്കുക. ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ സവാള, മുരിങ്ങക്കായ, വഴുതനങ്ങ, വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ പൊടി ചേർക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റാം. മതിയാകുമ്പോൾ നമ്മൾ വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാം. നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിക്കാം. നല്ല കുറുകിയ സാമ്പാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മല്ലിയില തൂവാം. കുറച്ച് കറിവേപ്പില, നമുക്ക് താളിപ്പിനായിട്ടുള്ള കടുക്, വറ്റൽമുളക്, കരിവേപ്പില. താളിപ്പ് മൂടിച്ച് ഉരുളി തുറന്ന് നമുക്ക് താളിപ്പ് മേലേക്ക് ഒഴിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്താൽ നമ്മളുടെ ഓണം സ്പെഷ്യൽ സാമ്പാർ റെഡി. എല്ലാവർക്കും സ്വാദിഷ്ടമായ സാമ്പാർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.